പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിലെ പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്തു നോക്കുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, അവിടെ ഇൻഡക്ഷൻ എന്ന വേർഡ് ഉണ്ട് അല്ലേ. ഇൻഡക്ഷൻ എന്ന വേർഡ് ഉദ്ദേശിച്ചത് ഒരു പെർട്ടിക്കുലർ ടു ജനറൽ എന്നാണ്. അതായത് ഇപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലെ ഇപ്പോൾ ഒരു മാത്സിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. ആ സ്റ്റേറ്റ്മെൻറ്റ് നാച്ചുറൽ നമ്പേഴ്സിന് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അതിൽ എന്നിന് 1 കൊടുത്താൽ ട്രൂ ആണോ നോക്കുക, 2 കൊടുത്താൽ ട്രൂ ആണോ നോക്കുക, അങ്ങനെ 3 കൊടുത്താൽ ട്രൂ ആണോ നോക്കുക, ഓരോന്ന് കൊടുത്ത് ട്രൂ ആണോ നോക്കിയിട്ട് അങ്ങനെ പർട്ടിക്കുലർ ചെയ്തിട്ട് അതിനെ ജനറലൈസ് ചെയ്യുന്ന ഒരു രീതി, അതാണ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞത്. ഇനി ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കൂ. ഇവിടെ പി ഓഫ് എൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പേര് കൊടുക്കുകയാണ്. പി ഓഫ് എൻ അവിടെ 2 + 4 + 6 + എക്സെട്ര + 2n ഈവൻ നമ്പേഴ്സിൻ്റെ സം ദാറ്റ് ഈസ് ഈക്വൽ ടു n × n + 1. ഇതാണല്ലോ ഈവൻ നമ്പേഴ്സിൻ്റെ സം കാണാനുള്ള ഫോർമുല. മാത്സിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇനി എന്നിന് 1 കൊടുക്കുക. ഇനി 1 കൊടുക്കുക എന്ന് പറഞ്ഞാൽ പി ഓഫ് 1 അല്ലേ. പി ഓഫ് 1 ട്രൂ ആണ് നോക്കുക. പി ഓഫ് 1 ട്രൂ ആണെങ്കിൽ പി ഓഫ് 2 ട്രൂ ആണ് നോക്കുക. പി ഓഫ് 2 ട്രൂ ആയാൽ പി ഓഫ് 3 ട്രൂ ആണ് നോക്കുക. ഇനി പി ഓഫ് 3 ട്രൂ ആയാൽ പി ഓഫ് 4 ട്രൂ ആണെന്ന് നോക്കുക. അങ്ങനെ 1 by 1 ചെക്ക് ചെയ്യുക. അങ്ങനെ 1 by 1 ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ലല്ലോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ലൈൻ നമുക്ക് എഴുതാൻ കഴിയും പി ഓഫ് 4 ട്രൂ ആയാൽ പി ഓഫ് 5 ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത്. ഇനി ഇത് അത്ര ഈസി അല്ല. ഇങ്ങനെ 1 by 1 ചെക്ക് ചെയ്തിട്ട് എല്ലാ നാച്ചുറൽ നമ്പറിന് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് ശേഷം മാത്രം ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പറയാമെന്ന് പറഞ്ഞാൽ അത് പിന്നെ പ്രാക്ടിക്കലല്ല. അപ്പോൾ ഇവിടെ ചെയ്യുന്ന രീതി നമുക്ക് ഒരു നമ്പറിന് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. സപ്പോസ് ഒരു k ആവുമ്പോൾ, അപ്പോൾ പി ഓഫ് k ആവുന്ന സമയത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അപ്പോൾ എന്നിട്ട് പറയാം പി ഓഫ് k + 1 ട്രൂ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. പിന്നെ കേക്ക് ഏത് വാല്യൂ കൊടുക്കാമല്ലോ അല്ലേ. കേക്ക് എത്ര വലിയ വാല്യൂ കൊടുക്കാം. എന്നിട്ട് k + 1 ട്രൂ ആണെന്ന് നേരത്തെ വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തൊട്ടടുത്ത ടേം ട്രൂ ആണ്. അതാണ് ഇവിടുത്തെ ഐഡിയ. ഓക്കെ, നമുക്ക് ഇനി പ്രോബ്ലത്തിലേക്ക് വരാം. ഈ ഐഡിയ എത്രയേ ഉള്ളൂ. ആക്ച്വലി ഇപ്പോൾ ഒരു ഡൊമിനോസ് എന്നുള്ള കട്ട ഉണ്ടല്ലോ. ഇപ്പോൾ ഡൊമിനോസ് എന്നൊക്കെ അതിന് പറയാറുണ്ട്. ഇപ്പോൾ ആ കട്ടകൾ ഇങ്ങനെ വെച്ചാൽ, ഇപ്പോൾ അടുത്തടുത്ത് വെച്ചു ഇങ്ങനെ, അതിൽ ഫസ്റ്റ് ബ്ലോക്ക് ഈ കട്ട തള്ളിയിട്ടാൽ ഇതിന്മേൽ വീഴും അല്ലേ. അപ്പോൾ ഇത് വീണാൽ ഇത് വീഴും, ഇത് വീണാൽ ഇത് വീഴും, ഇത് വീണാൽ തൊട്ടടുത്ത് വീഴും അല്ലേ. അങ്ങനെ എല്ലാം വീണ് പോകും. അതേപോലെ ഇവിടെയും 1 ട്രൂ ആയാൽ 2 ട്രൂ ആവും, 2 ട്രൂ ആയാൽ 3 ട്രൂ ആവുക, 3 ട്രൂ ആയാൽ 4 ട്രൂ ആവുക. അതേപോലെ ആ കേക്ക് ട്രൂ ആണെങ്കിൽ k + 1 ട്രൂ ആയാൽ നമുക്ക് ഇത് വെരിഫൈഡ് എന്ന് പറയും. ഓക്കെ, അതാണ് ഇവിടുത്തെ ഐഡിയ. ഇവിടെ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ഫോർ ഓൾ n greater than or equal to 1 prove that 2 + 4 + 6 + എക്സെട്ര + 2n is equal to n × n + 1 അല്ലേ. സം ഓഫ് ഈവൻ നമ്പേഴ്സ് നേരത്തെ പറഞ്ഞു. n × n + 1 എന്ന് കിട്ടണം നമുക്ക്. ഇത് പ്രൂവ് ചെയ്യണം. ഈ പ്രൂവ് ചെയ്യുന്ന രീതി നോക്കൂ. ആ രീതി ഇവിടെ ഫസ്റ്റ് നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് എഴുതാം. സ്റ്റെപ്പ് 1 ആദ്യം ചെക്ക് ഇറ്റ് ഈസ് ട്രൂ ഫോർ n = 1. അപ്പോൾ പി ഓഫ് 1 ട്രൂ ആണ് ചെക്ക് ചെയ്യാൻ പോവാണ്. ഫോർ n = 1, അതായത് പി ഓഫ് 1. പി ഓഫ് 1 മീൻസ് എന്നാൽ പി ഓഫ് n ഡിഫൈൻ ചെയ്യണം അല്ലേ. നമുക്കിതിനെ പി ഓഫ് n ഡിഫൈൻ ചെയ്യാം. പി ഓഫ് n ഈക്വൽ ടു അല്ല, പി ഓഫ് n മീൻസ് 2 + 4 + 6 + എക്സെട്ര + 2n ഈസ് ഈക്വൽ ടു n × n + 1 എന്നെഴുതി. ദിസ് ഈസ് പി ഓഫ് n. ദെൻ പി ഓഫ് 1 ഈസ് ഇവിടെ 1 കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ 2 + 4 + 6 + എക്സെട്ര × 2 × 1 എന്ന് എഴുതലല്ല. ഇവിടെ പി ഓഫ് 1 മീൻസ് ഈ ലെഫ്റ്റ് സൈഡിൽ
1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ n ഉള്ളിടത്ത് 1 കൊടുത്തു കഴിഞ്ഞാൽ 2 എന്നാണ് കിട്ടുക അല്ലേ? ആ 2 എവിടെയുള്ളത്? ഇവിടെയാണ്. അപ്പോൾ അത് വരെയുള്ള സം എന്നാണ് മീനിങ്. അപ്പോൾ 2 വരെയുള്ള സം എന്നാൽ 2 മാത്രം. അതായത് ഇവിടെ ഫസ്റ്റ് ടേം മാത്രം, ഇനി 1 കൊടുക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ടേം എടുക്കുള്ളൂ. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ 2 മാത്രമേ വരുള്ളൂ. ഇനി റൈറ്റ് സൈഡിലോ? റൈറ്റ് സൈഡിൽ 1 ഇൻറ്റു ഇനി 1 കൊടുത്തു കഴിഞ്ഞാൽ 1 ഇൻറ്റു 1 പ്ലസ് 1 ദാറ്റ് ഈസ് 2 ഈസ് ഈക്വൽ ടു 2. സോ ഇത് ട്രൂ ആണ് അല്ലേ? ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണ്. ഈക്വൽ ആകുമ്പോൾ പറയാം പി ഓഫ് 1 ഈസ് ട്രൂ ഓർ പി ഓഫ് n ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു 1. ഇവിടെ നമുക്ക് ഇത്ര എഴുതിയാൽ മതി. Therefore പി ഓഫ് 1 ഈസ് ട്രൂ. റെഡി? ഇനി ഇവിടെ ചില സമയത്ത് ക്വസ്റ്റ്യനിൽ പി ഓഫ് 2 കാണാനൊക്കെ പറയും. പി ഓഫ് 2 കാണാമെന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചത് n 2 കൊടുത്താൽ 4 കിട്ടും. ആ 4 മാത്രമല്ല ഉണ്ടാവുക. ആ 4ൻ്റെ പൊസിഷൻ ഇവിടെ നോക്കുക. 4 എവിടെയാണ്? അപ്പോൾ 4 വരെയുള്ള സമ്മ് കാണണം. അപ്പോൾ 2 പ്ലസ് 4 6 ഉണ്ടാവും. ഓക്കെ, 2 കൊടുത്താൽ 4 കിട്ടും. 4 വരെയുള്ള സം, അതായത് 2 ആണെങ്കിൽ 2 ടേംസ് വേണം. 2 ടേംസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 2 ഇൻറ്റു 2 പ്ലസ് 1, 2 ഇൻറ്റു 2 പ്ലസ് 1, 6 ഈസ് ഈക്വൽ ടു 6. അപ്പോൾ ഇവിടെ പറയാം therefore പി ഓഫ് 2 ഈസ് ട്രൂ. നോർമലി പി ഓഫ് 2 കാണേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞാൽ മാത്രം പി ഓഫ് 2 കണ്ടാൽ മതി. ഇനി സ്റ്റെപ്പ് 2ൽ സ്റ്റെപ്പ് 2 assume P of K is true. P of K is true means n is equal to K കൊടുത്താൽ അത് ട്രൂ ആണെന്നുള്ള അസ്യൂം ചെയ്യണം. ദാറ്റ് ഈസ് P of K means 2 plus 4 plus 6 plus etc plus 2K. 2K n K കൊടുക്കാം മീൻസ് 2K വരെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു K പ്ലസ് 1. ഇവിടെയും n K കൊടുത്തു. ഈസ് ട്രൂ. അത് നമ്മുടെ അസംഷനാണ് അല്ലേ? നേരത്തെ പറഞ്ഞു അത് അസംഷനാണ്. ഇപ്പം കെ ആ ബ്ലോക്ക് വീണാൽ K പ്ലസ് 1 വീഴും എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇനി അതേപോലെ കേക്ക് ഇത് ട്രൂ ആയാൽ ഇനി K പ്ലസ് 1 ട്രൂ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. അത് നോക്കൂ, സ്റ്റെപ്പ് 3 അല്ലേ? ഇവിടെ സ്റ്റെപ്പ് 3ൽ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള വാല്യൂ എഴുതുക. അതായത് 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് എക്സെട്ര പ്ലസ് 2K. ഇനി തൊട്ടടുത്ത ടേം K പ്ലസ് 1 ട്രൂ ചെയ്യാൻ നോക്കുന്നത് അല്ലേ? K പ്ലസ് 1 ട്രൂ ആണ് നോക്കുന്നത്. അപ്പോൾ ഇത് K വരെ ട്രൂ ആണ്. തൊട്ടടുത്ത ടേമും കൂടി ആഡ് ചെയ്താൽ ട്രൂ ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ തൊട്ടടുത്ത ടേമൊക്കെ എഴുതാൻ കഴിയണം. തൊട്ടടുത്ത ടേം എന്തായിരിക്കും? Kൻ്റെ പൊസിഷനിൽ K പ്ലസ് 1 കൊടുക്കും അല്ലേ? Kൻ്റെ പൊസിഷനിൽ K പ്ലസ് 1, 2 ഇൻറ്റു K പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മുടെ കയ്യിൽ 2K വരെ ഉണ്ട്. ഇവിടെ 2K വരെ എഴുതി. ഇനി 2K ആയിരുന്നെങ്കിൽ K ഇൻറ്റു K പ്ലസ് 1 അല്ലേ ഉണ്ടാവുക അല്ലേ? ഇപ്പോൾ ഇതിവിടെ എഴുതിയില്ല എന്ന് വെച്ചോളൂ. ഇപ്പോൾ ഇത് റൈറ്റ് അല്ലേ? മുകളിലത്തെ അതേ സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും എഴുതി. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് K പ്ലസ് 1 ടേംസ് കിട്ടാൻ വേണ്ടിയിട്ട് K പ്ലസ് 1 ടേം ആഡ് ചെയ്തു. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡും ആഡ് ചെയ്യണ്ടേ? 2 ഇൻറ്റു K പ്ലസ് 1. ഇതാണ് ആ സ്റ്റെപ്പ്. ഏത് പ്രവൃത്തിയിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്? അതായത് ഈ സ്റ്റൈൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടെ K വരെ ടേംസ് ഉണ്ടാവും. K പ്ലസ് 1 ടേം ലെഫ്റ്റിലും ആഡ് ചെയ്യുക. ലെഫ്റ്റിൽ ആഡ് ചെയ്യുമ്പം ഈക്വൽ ആവാൻ വേണ്ടിയിട്ട് റൈറ്റിലും ആഡ് ചെയ്യണം. റെഡി? അപ്പം ലെഫ്റ്റ് സൈഡ് നോക്കേണ്ട ആവശ്യമില്ല. ലെഫ്റ്റ് സൈഡ് ഇത് K വരെ P ഓഫ് K ആണെങ്കിൽ ഇത് P ഓഫ് K പ്ലസ് 1 ആണ് അല്ലേ? ഇതും ഇനി P ഓഫ് K പ്ലസ് 1 അതിൻ്റെ റൈറ്റ് സൈഡിന് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് ഇപ്പോൾ നോക്കൂ, ഇവിടെ P ഓഫ് K ആവുമ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ K ഇൻറ്റു K പ്ലസ് 1 എന്നാണ് അല്ലേ? ഇത് P ഓഫ് K ആവുമ്പോഴാണ്. K ആവുമ്പോൾ
ഇവിടെ വരും കെ ഇൻറ്റു കെ പ്ലസ് വൺ. ഇനി കെൻ്റെ പൊസിഷനിൽ പി ഓഫ് കെ പ്ലസ് വൺ ആകുമ്പോൾ എന്തായിരിക്കും റൈറ്റ് സൈഡ് നമുക്ക് കിട്ടേണ്ടത്? അല്ല, നമുക്ക് അഡ്വാൻസായി പറയാൻ കഴിയണം എന്തായിരിക്കും കിട്ടേണ്ടത്. കെൻ്റെ പൊസിഷനിൽ കെ പ്ലസ് വൺ ആയി അല്ലേ, കെൻ്റെ പൊസിഷനിൽ കെ പ്ലസ് വൺ ആയി. ഇങ്ങനെ ആവണം അല്ലേ, കെൻ്റെ പൊസിഷനിൽ കെ പ്ലസ് വൺ, കെൻ്റെ പൊസിഷനിൽ കെ പ്ലസ് വൺ. ഈ വണ്ണ് അഡീഷണൽ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ മിനിമൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടണം. കിട്ടിയാൽ നമുക്ക് പറയാം ഇത് പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണ് എന്നുള്ളത്. ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു ഇവിടെ കെ പ്ലസ് വൺ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം അല്ലേ. കെ പ്ലസ് വൺ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഇവിടെ കെ ഉണ്ടാവും, ടു ഉണ്ടാവും. ആൻസറായി അല്ലേ. നോക്കൂ, കെ പ്ലസ് വൺ ഇവിടെ ഉണ്ട്. നമുക്ക് ഇങ്ങനെയല്ല കിട്ടേണ്ടത്. അപ്പോൾ കെ ഈ ടുവിനെ എങ്ങനെയാണ് 1+1 എഴുതാലോ അല്ലേ, കിട്ടേണ്ടതുപോലെ കിട്ടി. സോ therefore പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ട്രൂ എന്നെഴുതാം. പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ട്രൂ. ദാറ്റ് ഈസ് പി ഓഫ് എൻ ഈസ് ട്രൂ for all n greater than or equal to 1 for all natural numbers. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫോർ n greater than or equal to 1 prove that 1/1 into 2, ഇത് 1.2 അല്ല, 1 into 2, 1/1, 2 into 3, 1/3 into 4 etc. 1/n into n plus 1 is equal to n/n plus 1. So here p of n means ഇങ്ങനെ എഴുതാം. P of n means the same statement. Then first step 1, check it is true for n equal to 1. For n equal to 1. അപ്പോൾ P of 1 എന്നുള്ളത് P of 1 means n-ന് 1 അപ്ലൈ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ 1-ന് 1 അപ്ലൈ ചെയ്യുമ്പോൾ 1/1 into 1 plus 1. അപ്പോൾ 1/1 into 2 ഈ ടേമാണ്. അപ്പോൾ ഈ ടേം മാത്രം മതി. ഇനി 1 കൊടുക്കാമെന്ന് പറയും ഫസ്റ്റ് ടേം മാത്രം. 2 കൊടുത്താൽ ഫസ്റ്റ് 2 ടേംസിന് സമം വേണം. 1 ആകുമ്പോൾ ഫസ്റ്റ് ടേം മാത്രം 1/1 into 2. റൈറ്റ് സൈഡോ 1/1 plus 1. ഇവിടെ 1/2 ഇവിടെ 1/2. 1/2 ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ n-ന് 1 കൊടുത്താൽ ട്രൂ ആണ്. Therefore P of 1 is true. Step 2 assumption ആണ്. Assume P of k is true. That is P of k means equal to അല്ല means 1/1 into 2 plus 1/2 into 3 plus 1/3 into 4 plus etc. plus 1/k into k plus 1 is equal to k by k plus 1. n-ൻ്റെ പൊസിഷനിൽ k വന്നു. ഇനി സ്റ്റെപ്പ് 3 ഉണ്ട്. സ്റ്റെപ്പ് 3ൽ ഇവിടെ നമുക്ക് k plus 1 ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പം k വരെ ടേംസ് നമുക്ക് വേണം, തൊട്ടടുത്ത ടേം കൂടി വേണം. അപ്പോൾ ഇതുവരെ ടേംസ് ഒന്നും കൂടി എഴുതാണ്. 1/1 into 2 plus 1/2 into 3 1/3 into 4 plus etc. plus 1/k into k plus 1. ഇവിടെ ഉള്ളത് അതേ സ്റ്റെപ്പ് വീണ്ടും എഴുതി ഇവിടെ ഉള്ളത്. ഇനി ഇവിടെ തൊട്ടടുത്ത ടേമും കൂടി എഴുതണം അല്ലേ. ഇത് k വരെയുള്ളൂ. k plus 1 ടേമും കൂടി എഴുതണം. അപ്പോൾ 1/kൻ്റെ പൊസിഷനിൽ k plus 1. ഇവിടെ നമുക്കിങ്ങനെ എഴുതാം 1/kൻ്റെ പൊസിഷനിൽ k plus 1. ഇവിടെ kൻ്റെ പൊസിഷനിൽ k plus 1 ആകുമ്പോൾ 2 ആവും അല്ലേ, k plus 2 ആവും. ഇവിടെ ആഡ് ചെയ്ത സെയിം എലമെൻറ്റ് സെയിം ടേം റൈറ്റിലും ആഡ് ചെയ്യണം. 1/k plus 1 into k plus 2 അല്ലേ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ക്ലിയർ ആണ്. നമുക്ക് ഇത് P of k plus 1 ലെഫ്റ്റ് സൈഡാണ് അല്ലേ. ഇത് k വരെയാണ്, k plus 1 ടേം എഴുതി. ഇനി റൈറ്റ് സൈഡും P of k plus 1 റൈറ്റ് സൈഡ് തന്നെയാണെന്ന് പ്രൂവ് ചെയ്യണം. അതായത്
ഇവിടെ നമുക്കുള്ളത് പി ഓഫ് കെൻ്റെ റൈറ്റ് സൈഡാണ് കെ ബൈ കെ പ്ലസ് വൺ അല്ലേ. പി ഓഫ് കെ അസ്യൂം ചെയ്ത് എങ്ങനെയാണ് റൈറ്റ് സൈഡ് ഇങ്ങനെയാണെന്നുള്ള. അപ്പോൾ പി ഓഫ് കെ പ്ലസ് വണ്ണിൻ്റെ റൈറ്റ് സൈഡ് എങ്ങനെയുണ്ടാവണം? പി ഓഫ് കെക്ക് ഇങ്ങനെയാണെങ്കിൽ കെൻ്റെ പൊസിഷനിൽ കെ പ്ലസ് വൺ വരണം അല്ലേ. കെ പ്ലസ് വൺ പ്ലസ് വൺ, കെൻ്റെ പൊസിഷനിൽ കെ പ്ലസ് വൺ വന്നു. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് കിട്ടേണ്ടത് ഇങ്ങനെയാണ്, പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ ഇങ്ങനെ ആവുമോ നോക്കുക. ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് കെ പ്ലസ് വൺ ഔട്ട് സൈഡ് എടുക്കാം. 1/k+1 ഇൻറ്റു കെ പ്ലസ് 1/k+2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/k+1 ഇൻറ്റു ഇവിടെ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. കെ ഇൻറ്റു കെ പ്ലസ് 2 പ്ലസ് 1/k+2 സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/k+1 ഇൻറ്റു ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ. കെ സ്ക്വയർ പ്ലസ് 2k+1 കെ സ്ക്വയർ പ്ലസ് 2k+1/k+2. ഇനി കെ സ്ക്വയർ പ്ലസ് 2k+1 എന്ന് പറഞ്ഞാൽ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ അല്ലേ. സോ ആ സ്റ്റെപ്പ് കൂടെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ 1/k+1 ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ k+2. അപ്പോൾ ഇവിടെ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഉണ്ട്, ഇവിടെ സിംഗിൾ കെ പ്ലസ് 1 ഉണ്ട്, ഒന്ന് കട്ട് ചെയ്ത് പോകും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു k+1/k+2. നമുക്ക് കിട്ടുന്നത് എന്താ? k+1/k+2 അല്ലേ. അപ്പോൾ അത് k+1ൻ്റെ പി ഓഫ് k+1ൻ്റെ റൈറ്റ് സൈഡ് കിട്ടി. അപ്പോൾ നമുക്ക് പറയാം therefore പി ഓഫ് k+1 ഈസ് ട്രൂ. therefore പി ഓഫ് n ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. നമുക്ക് തേർഡ് ക്വസ്റ്റിലേക്ക് വരാം. ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്രൂവ് ദാറ്റ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n+1/6. പരിചയമുള്ള റിസൾട്ടാണ് അല്ലേ. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ സം. റെഡി. ഇത് ട്രൂ ആണോ എന്നുള്ളത് നമുക്ക് വെരിഫൈ ആണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട്. സോ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് 1 ഇതിന് നമുക്ക് പി ഓഫ് n എന്ന് വിളിക്കാം. പി ഓഫ് n റെഡി. അപ്പോൾ പി ഓഫ് 1 ഈസ് ട്രൂ ചെക്ക് ചെയ്യണം. അപ്പോൾ ഫോർ n ഈസ് ഈക്വൽ ടു 1. സോ ഇവിടെ 1 സ്ക്വയർ ആണ്. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര 1 സ്ക്വയർ എന്നല്ല നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ 1 കൊടുത്താൽ 1 സ്ക്വയർ മാത്രമേ ഉണ്ടാവുള്ളൂ, ദ ഫസ്റ്റ് ടേം മാത്രം. സോ 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടെ 1 കൊടുത്താൽ അപ്പോൾ 2 ഇൻറ്റു 3/6 അതായത് ഇവിടെ 2 ഇൻറ്റു 3/6 ഉണ്ടാവും. 1 തന്നെയാണ്, ഇവിടെ 1 തന്നെയാണ്. സോ 1 ഈസ് ഈക്വൽ ടു 1. therefore പി ഓഫ് 1 ഈസ് ട്രൂ. അടുത്ത സ്റ്റെപ്പിലേക്ക്. സ്റ്റെപ്പ് 2 അസ്യൂം പി ഓഫ് കെ ഈസ് ട്രൂ. That is P of K means 1 square, 2 square, 3 square plus etc. plus K square is equal to K into K plus 1 into അല്ലേ. ഇത് സെയിം കേക്ക് എന്നിന് K കൊടുത്താൽ മതി by 6. സെയിം ലൈൻ. ഇനി തേർഡ് സ്റ്റെപ്പിലേക്ക് വരികയാണ്. സ്റ്റെപ്പ് 3. ഇതാണ് നമ്മുടെ ഇൻഡക്ഷൻ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിൽ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണ് ചെക്ക് ചെയ്യണം. ആൾറെഡി നമ്മുടെ കയ്യിലുണ്ട് പി ഓഫ് കെ ട്രൂ ആണെന്നുള്ളത്. പി ഓഫ് കെ ട്രൂ ആണെന്ന് പറഞ്ഞാൽ ഇവിടെ എന്നിന് കെ കൊടുത്താൽ ട്രൂ ആകും. ഇനി എന്നിന് കെ പ്ലസ് 1 കൊടുത്താലും ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ കെ കൊടുത്തത് നമ്മുടെ കയ്യിലുണ്ട്. സോ 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k+1/6. ഇനി എന്നിന് കെ പ്ലസ് 1 കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ടേമും കൂടി എക്സ്ട്രാ വരും. കെ വരെയുള്ളൂ, അടുത്ത് കെ പ്ലസ് 1 ആവണ്ടേ. അപ്പോൾ കെ പ്ലസ് 1 ആകുമ്പോൾ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ വരും അല്ലേ. സെയിം സ്റ്റൈൽ ടേമാണ് ആഡ് ചെയ്യുക. വെറും കെ പ്ലസ് 1 ആഡ് ചെയ്താൽ പോരാ, ഇവിടെ എന്താണോ അതേ സ്റ്റൈൽ ടേം ആഡ് ചെയ്യണം അല്ലേ. ഇവിടെ n സ്ക്വയർ ആയതുകൊണ്ട്
എൻ സ്ക്വയർ സ്റ്റൈൽ ടേം ആഡ് ചെയ്യണം. കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ. ഇവിടെ അതുപോലെ കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ആഡ് ചെയ്തു. രണ്ട് സൈഡ് ഒരേ ടേം ആഡ് ചെയ്തു. അപ്പോൾ അതിൽ ഈക്വൽ ആവുക. ഇനി ലെഫ്റ്റ് സൈഡ് നോക്കി ചിന്തിക്കേണ്ട ആവശ്യമില്ല, അത് കെ പ്ലസ് വൺ തന്നെയാണ് അല്ലേ. പി ഓഫ് കെ പ്ലസ് വൺ ടേംസ് തന്നെയാണ്. ഇനി ഇത് ഇതേ സ്റ്റൈലാവണം. ഇവിടെ കെൻ്റെ പൊസിഷനിൽ ഈ ഒരു സ്റ്റൈലുള്ള ടേം ആവണം ഇതിനെ. അതായത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടണം? അതായത് കെൻ്റെ പൊസിഷനിൽ കെ പ്ലസ് വൺ ആകുന്ന രീതിയിൽ കെ പ്ലസ് വൺ പ്ലസ് വൺ അല്ലേ. കെൻ്റെ പൊസിഷനിൽ കെ പ്ലസ് വൺ കൊടുത്തു. ഇവിടെയും കെൻ്റെ പൊസിഷനിൽ കെ പ്ലസ് വൺ കൊടുത്തു. 2k + 1 + 1/6 ഇങ്ങനെയാവണം. കെൻ്റെ പൊസിഷനിൽ കെ പ്ലസ് വൺ ആയിട്ടുള്ള. അങ്ങനെ ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ രീതിയിലാക്കണം. ചെയ്ത് നോക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ കെ പ്ലസ് വൺ നമുക്ക് കോമൺ ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ കെ ഇൻറ്റു 2k + 1/6 ഇവിടെ നമുക്ക് ദാറ്റ് ഈസ് ഇൻ പ്ലസ് കെ പ്ലസ് വൺ എഴുതാം. ഒരു കെ പ്ലസ് വൺ ഔട്ട് സൈഡ് എടുത്തു. ഇനി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അത് കൂടുതൽ ചെയ്യാം നമുക്ക്. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 × കെ പ്ലസ് വൺ ആവും /6 അല്ലേ. ആ 6 കൊണ്ട് കൂടെ ചെയ്തു. എന്നിട്ട് കെ പ്ലസ് വൺ ഔട്ട് സൈഡ് എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ പ്ലസ് വൺ അവിടെ ഉണ്ട്. നമുക്ക് ആവശ്യമുണ്ട് കെ പ്ലസ് വൺ നമുക്ക് ആവശ്യമുണ്ട് അല്ലേ. ഇവിടെ ഉണ്ട്. ഇനിയുള്ള ടേം ഈ സ്റ്റൈലാവണം. ഇവിടെ എന്താ ഉള്ളത്? നമുക്ക് 6 അതുപോലെ ഇവിടെ ആവശ്യമുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ 2k² ഇവിടെ പ്ലസ് കെ ഉണ്ട്, ഇവിടെ 6k ഉണ്ട്. അപ്പോൾ 7k ആവുമല്ലോ അല്ലേ. 7k ആവും. ഇവിടെ ഒരു കെയും 6k 7k ആയി. പിന്നുള്ളത് ഒരു 6 കൂടി ഉണ്ട്. 6 ഈ 6/6. ഇനി ഇതിന് ഓപ്പൺ ചെയ്താൽ ഇത് കിട്ടുന്നെങ്കിൽ പിന്നെ വേറെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അതായത് ഇവിടെ കെ പ്ലസ് വൺ നമ്മുടെ കയ്യിലുണ്ട് /6 ഉണ്ടല്ലോ അല്ലേ. ഇനി ഇതിന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അതായത് ഇത് ആക്ച്വലി കെ പ്ലസ് 2 ആണ്. ഇതോ 2k ഇവിടെ +2 + 1 +3 ഉണ്ടാവും അല്ലേ. ഇനി ഇത് രണ്ടും ഈക്വലാണോ നോക്കിയാൽ മതിയല്ലോ. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കിട്ടിയെങ്കിൽ ഇനി വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. അത് കെ പ്ലസ് 1 ഇൻറ്റു ഇവിടെ മൾട്ടിപ്ലൈ നോക്കൂ 2k². ഇവിടെ ഒരു 3k ഉണ്ട്, പിന്നെ ഒരു 4k കൂടി, അപ്പോൾ 7k ആയി. പിന്നെ 2 × 3 6/6 സെയിം അല്ലേ കിട്ടിയത്. ഇത് രണ്ടും സെയിമാന്ന് പറഞ്ഞാൽ ഇത് രണ്ടും സെയിം അല്ലേ, പിന്നെ ഇത് രണ്ടും സെയിം അല്ലേ. അപ്പോൾ ഇതിന് പകരം ഇത് എഴുതാമല്ലോ ഇനി അല്ലേ. അപ്പോൾ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 + 1 2 × കെ പ്ലസ് 1 + 1/6. ഓക്കെ, നോക്കൂ. കെൻ്റെ പൊസിഷനിൽ ഇവിടെ കെൻ്റെ പൊസിഷനിൽ കെ പ്ലസ് 1, കെൻ്റെ പൊസിഷനിൽ കെ പ്ലസ് 1, ഇവിടെ കെൻ്റെ പൊസിഷനിൽ കെ പ്ലസ് 1. കെൻ്റെ പൊസിഷനിൽ കെ പ്ലസ് 1 ആയിട്ടുള്ള റിസൾട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് പറയാം പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. Therefore, by principle of mathematical induction, P of n is true for all natural numbers n greater than or equal to 1. നമ്മുടെ ഫോർത്ത് ക്വസ്റ്റിലേക്ക് വരാം. ഇവിടെ പ്രൂവ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക് ഇൻഡക്ഷൻ പി ഓഫ് എൻ ഈസ്, നേരത്തെ ചെയ്തത് സം ഓഫ് സ്ക്വയേഴ്സ് ആയിരുന്നു, ദ സം ഓഫ് ക്യൂബ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു n × n + 1/2 ഹോൾ സ്ക്വയർ. ചെയ്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് 1 for n = 1 that is p of 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം മാത്രം 1³ ഇവിടെ n 1 × 1 + 1 n 1 + 1/2
ഹോൾ സ്ക്വയർ. ഇപ്പോൾ 2/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. സോ 1 ഈസ് ഈക്വൽ ടു 1. Therefore P of 1 is true. Next, step 2. Assume P of K is true. That is, P of K means 1 cube, 2 cube, 3 cube plus etc. plus K cube is equal to K into K plus 1 by 2 whole square. Ready? ഇനി അടുത്തത് P of K plus 1 ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യണം. നമുക്കത് പ്രൂവ് ചെയ്യണം. സ്റ്റെപ്പ് 3. സോ നമുക്ക് ഇതേ ലൈൻ വീണ്ടും യൂസ് ചെയ്യാണ്. 1 cube plus 2 cube plus 3 cube plus etc. plus K cube. That is equal to K into K plus 1 by 2 whole square. ഇവിടെ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യാണ്. ഇവിടെ നമുക്ക് K വരെയുണ്ട്. K plus 1 ടേം ആഡ് ചെയ്യാണ്. അപ്പോൾ ഇതേപോലെ ടേം ആഡ് ചെയ്യണം. അപ്പോൾ K plus 1 ഹോൾ ക്യൂബ് ആഡ് ചെയ്യണം. N ക്യൂബ് പോലെ ഉണ്ടോ? K plus 1 ക്യൂബ്. ഇവിടെ അതുപോലെ K plus 1 ക്യൂബ് ആഡ് ചെയ്തു. രണ്ട് സൈഡും ഒരുപോലെ ആഡ് ചെയ്തു. ഇനി ലെഫ്റ്റ് സൈഡ് P of K plus 1 വരെയാണ്. നോക്കേണ്ട ആവശ്യമില്ല. ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ ഒരു സ്റ്റൈലിലാവണം. കൂടാതെ Kൻ്റെ പൊസിഷനിൽ K plus 1 ആകും വേണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ K plus 1 ഹോൾ സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കുക അല്ലേ? K plus 1 ഹോൾ സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കാമല്ലോ. K plus 1 ഹോൾ ക്യൂബ് ഉണ്ട്, സ്ക്വയറും ഉണ്ട്. അപ്പോൾ ഇവിടെ K സ്ക്വയർ ബാക്കിയുണ്ടാവും ബൈ 2 സ്ക്വയർ 4 എന്ന് എഴുതാം. ബാക്കിയുണ്ടാവും പ്ലസ് ഇവിടെ ഒരു K plus 1 ബാക്കി ഉണ്ടാവുള്ളൂ. ഹോൾ സ്ക്വയർ ഔട്ട് സൈഡ് എടുത്തില്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു K plus 1 ഹോൾ സ്ക്വയർ ഇൻറ്റു K plus 1 ഹോൾ സ്ക്വയർ ഇൻറ്റു ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. K സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു K plus 1 by 4. So that is equal to K plus 1 whole square into ഇവിടെ നോക്കൂ K square plus 4K plus 4. ദാ K square plus 4K plus 4 അല്ലേ? എന്താ K plus 2 whole square അല്ലേ? അപ്പോൾ K plus 2 whole square by 4. അപ്പോൾ നമുക്കതിനെ സ്ക്വയറൊക്കെ ഒന്ന് ഒരുമിച്ച് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ K plus 1 ഉണ്ട്, ഇവിടെ K plus 2 ഉണ്ട്, താഴെ 2ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ 2 എന്ന് എഴുതി. ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അല്ല, എല്ലാം സ്ക്വയർ അല്ലേ? ഹോൾ സ്ക്വയർ എഴുതി. ഇനി നോക്കൂ, Kൻ്റെ പൊസിഷനിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും Kൻ്റെ പൊസിഷനിൽ K plus 1, Kൻ്റെ പൊസിഷനിൽ K plus 1 ആണ് അല്ലേ? ഇവിടെ K plus 1 plus 1 എഴുതാലോ അല്ലേ? അപ്പോൾ Kൻ്റെ പൊസിഷനിൽ K plus 1 വരുന്ന പോലെ ആയി. ഇവിടെ 1 plus 1 എഴുതാം. ഓക്കെ, സോ P of K plus 1 is true. Therefore, last P of K plus 1 is true. Therefore, by principle of mathematical induction, P of n is true for all natural numbers. Sixth question, principle of mathematical induction വഴി പ്രൂവ് ചെയ്യുന്നതിനെയാണ് 1 plus 3 plus 3 square plus etc. plus 3 raised to n minus 1. 3 raised to n minus 1 is equal to 3 raised to n minus 1 by 2. ഇവിടെ -1 മുകളിലാണ്, -1 താഴെയാണ്. ഓക്കെ, ഇതൊരു ജിയോമെട്രി പ്രോഗ്രഷനാണ്. ജിയോമെട്രി പ്രോഗ്രഷൻ്റെ സമ്മന്യാണ്. നമുക്ക് അറിയാവുന്നൊരു ഫോർമുല വെച്ചിട്ട് ചെയ്യാം. ഇവിടെ ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ ഇനി ഈസിയാണ് അല്ലേ? സ്റ്റെപ്പ് 1 P of 1 എന്ന് പറഞ്ഞാൽ ഇവിടെ 1 വരെ 1 ഉണ്ടാവും. ഈസ് ഈക്വൽ ടു ഇവിടെ എന്നിന് 1 കൊടുത്താൽ എന്താ വരിക? 3 minus 1 2 2 by 2 1 ആയി അല്ലേ? 1 equal 1 എന്ന് എഴുതാം. Therefore P of 1
ഈസ് ട്രൂ. നമ്മൾ അസംഷൻ വെച്ചിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എഴുതാം. അസ്യൂം പി ഓഫ് കെ 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3 റേസ് ടു കെ മൈനസ് 1. എന്നിട്ട് കെ കൊടുത്തു. ദാറ്റ് ഈസ് ഇക്വൽ ടു 3 റേസ് ടു കെ മൈനസ് 1/2 ഈസ് ട്രൂ. ഓക്കെ. ഇനി സ്റ്റെപ്പ് 3, ഈ സെയിം സ്റ്റെപ്പ് എഴുതാണ്. 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3 റേസ് ടു കെ മൈനസ് 1 ഈസ് ഈക്വൽ ടു 3 റേസ് ടു കെ മൈനസ് 1/2. അപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആവുന്ന പാകത്തിൽ എഴുതണം. സോ ലെഫ്റ്റ് സൈഡ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 3 റേസ് ടു കെൻ്റെ പൊസിഷനിൽ കെ പ്ലസ് 1 ആവണം. കെൻ്റെ പൊസിഷനിൽ കെ പ്ലസ് 1 മൈനസ് 1 വേറെ ഉണ്ട് ഇവിടെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ടേം ഇവിടെ ആഡ് ചെയ്യാണ്. 3 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1. ഓക്കെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പ് ലെഫ്റ്റ് സൈഡ് പ്രശ്നമില്ല. പി ഓഫ് കെ പ്ലസ് 1 ആ ലെഫ്റ്റ് സൈഡ് തന്നെയാണ്. റൈറ്റ് സൈഡ് വാല്യൂ ആണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇതിന് ഈ ടൈപ്പ് പോലെ ആക്കേണ്ടത്. ടൈപ്പ് പോലെ ആക്കുമ്പോൾ കെൻ്റെ പൊസിഷനിൽ കെ പ്ലസ് 1 ആവും വേണം. അപ്പം റൈറ്റ് സൈഡ് മാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് ഇവിടെ കെ പ്ലസ് 1 മൈനസ് 1 നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. ഇവിടെ എന്നിട്ട് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 റേസ് ടു കെ മൈനസ് 1 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ടൈംസ് 3 റേസ് ടു കെ ബൈ 2. ഇവിടെ 2 ടൈംസ് 3 റേസ് ടു കെ ഉണ്ട്. ഇവിടെ ഒരു 3 റേസ് ടു കെ ഉണ്ട്. അപ്പം 3 ടൈംസ് 3 റേസ് ടു കെ ആയി മൈനസ് 1/2. സോ 3 റേസ് ടു 3 റേസ് ടു 1 അല്ലേ. അപ്പോൾ 3 റേസ് ടു കെ പ്ലസ് 1 എഴുതാം. കെ പ്ലസ് 1 മൈനസ് 1/2. നോക്കൂ ഈ സ്റ്റൈലായാലും 3 റേസ് ടു കെ മൈനസ് 1/2 3 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1/2. ഇതേ സ്റ്റൈലിൽ കെൻ്റെ പൊസിഷനിൽ കെ പ്ലസ് 1 റെഡി. സോ therefore P of k plus 1 is true. Therefore by principle of mathematical induction P of n is true for all natural numbers n greater than or equal to 1. Seventh question, for every positive integer n 7 raised to n minus 3 raised to n is divisible by 4. അപ്പം ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻ്റ് എടുത്താൽ, അതായത് ഈ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞത് 7 raised to n മൈനസ് 3 raised to n എപ്പോഴും 4ൻ്റെ ഡിവിസിബിൾ ആയിരിക്കും, ഇത് 4ന് മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് പറയാം. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ എഴുതാം. പി ഓഫ് n 7 raised to n minus 3 raised to n is divisible by 4. ഓക്കെ. പി ഓഫ് n മീൻസ്, അപ്പോൾ ഇത് പ്രൂവ് ചെയ്യുന്നത് വേറെ സ്റ്റൈലിലാണ്. ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിന് ഒരു ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉണ്ടായിരുന്നു, ഒരു എൽ എച്ച് എസും ആർ എച്ച് എസും ഉണ്ടായിരുന്നു. ഈ പ്രോബ്ലത്തിൽ അങ്ങനെ ഒരു എൽ എച്ച് എസോ ആർ എച്ച് എസും ഇല്ല. ഡയറക്റ്റ് പറയാണ് അങ്ങനെ ആക്കാം കേട്ടോ, അതായത് എൽ എച്ച് എസോ ആർ എച്ച് എസോ തമ്മിലാക്കാൻ കഴിയും. 3 raised to n is equal to 7 multiple of 4 എന്ന് എഴുതാം, divisible by 4 ഇങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അവിടെ is divisible by 4. പി ഓഫ് n ഇങ്ങനെയാണ്. ഇനി പി ഇവിടെ ചെക്ക് ചെയ്യുന്നത് പി ഓഫ് 1 സ്റ്റെപ്പ് 1 for n equal to 1, that is 7 raised to 1 minus 3 raised to 1 എത്ര കിട്ടും? 4 കിട്ടും അല്ലേ. 4 divisible by 4 അല്ലേ, is divisible by 4. Therefore P of 1 is true. Next, step 2. Assume P of k is true. അതായത് 7 raised to k minus 3 raised to k, 7 raised to k minus 3 raised to k അത് 4ൻ്റെ ഡിവിസിബിൾ ആണ് എന്ന് അസ്യൂം ചെയ്യണം. ഈസ് divisible
ബൈ 4 ഇങ്ങനെ പി ഓഫ് കെ ഈസ് ട്രൂ എന്ന് അസ്യൂം ചെയ്തു ഈസ് ഡിവിസിബിൾ ബൈ 4. ഇതാണ് പി ഓഫ് കെ. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3ലേക്ക് വരാം. പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണോ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നേരത്തെയൊക്കെ ലെഫ്റ്റ് സൈഡ് ഒന്ന് എഴുതി റൈറ്റ് സൈഡ് പി ഓഫ് കെൻ്റെ പാകത്തിനാക്കി മാറ്റി. പക്ഷെ ഇവിടെ ആ രീതിയല്ല എഴുതുന്നത്, വേറെ സ്റ്റൈലിലാണ്. നോക്കൂ കേട്ടോ. അതായത് എന്തായാലും കെ പ്ലസ് 1ൻ്റെ സ്റ്റൈൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ. കെൻ്റെ പൊസിഷനിൽ കെ പ്ലസ് 1 എഴുതി 3:k+1 അല്ലേ. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. 7k ഇൻറ്റു 7 എഴുതാം, മൈനസ് 3k ഇൻറ്റു 3 എഴുതാം അല്ലേ. ഇൻറ്റു 3 എഴുതാമല്ലോ. ഇനി ഇവിടെ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് വേണമെങ്കിൽ 4ൻ്റെ മൾട്ടിപ്ലൈ അല്ലേ, 4ൻ്റെ മൾട്ടിപ്ലൈ അല്ലേ. അപ്പോൾ നമുക്ക് ഈ 7k ഇൻറ്റു ഇവിടെ 3+4 എന്നാക്കിയിട്ട് മൈനസ് 3k ഇൻറ്റു 3. എങ്ങനെ 3+4 എന്നാക്കാൻ കാരണം 4 ഇൻറ്റു 7k 4 വേറെയും പ്ലസ് 3 ഇൻറ്റു 7k വേറെ എഴുതാമല്ലോ. 4 ഇൻറ്റു 7k ആദ്യം എഴുതി, 3 ഇൻറ്റു 7k വേറെ എഴുതി, മൈനസ് 3 ഇൻറ്റു 3k വേറെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ കാരണം എന്താ? 7നെ 1+6 എന്ന് എഴുതാമല്ലോ, 2+5 എന്ന് എഴുതാമല്ലോ. എന്തുകൊണ്ടാണ് 3+4 എന്ന് എഴുതിയത്? നമ്മൾ 4നെ മൾട്ടിപ്പിൾ ആക്കേണ്ടത് അല്ലേ. 4നെ മൾട്ടിപ്പിൾ 4 അവിടെ വരണം. ഓക്കെ, അതുകൊണ്ടാണ് 4 എന്ന് എഴുതിയത്. അപ്പോൾ 4 ഇൻറ്റു എഴുതി, ഇങ്ങനെ എഴുതി. അപ്പോൾ ഇവിടെ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇസ് മൾട്ടിപ്പിൾ ഡിവിസിബിൾ ബൈ 4 അല്ലെ, 4ന് മൾട്ടിപ്പിളാണ്. ഇനി ഇതോ സെക്കൻഡ് ടേമോ? സെക്കൻഡ് ടേമിൽ നമുക്ക് 3 ഔട്ട് സൈഡ് എടുക്കാം അല്ലേ. 3 ഔട്ട് സൈഡ് എടുത്താലോ, 7k മൈനസ് 3k. ഓക്കെ, ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് 4 ഇൻറ്റു 7k ആണ്. അപ്പോൾ നമുക്ക് പറയാം എന്ത്, ഇതും മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്, ഡിവിസിബിൾ ബൈ 4 ആണ്. ഇതും ഡിവിസിബിൾ ബൈ 4 ആണ്. ഇത് ഡിവിസിബിൾ ബൈ 4 തന്നെ കിട്ടിയത്. നമ്മൾ നേരത്തെ അസ്യൂം ചെയ്തിട്ടില്ലേ. അസ്യൂം ചെയ്ത എന്താ, 7k മൈനസ് 3k ഇസ് ഡിവിസിബിൾ ബൈ 4 എന്ന് നേരത്തെ അസ്യൂം ചെയ്തിട്ടുണ്ട്. ആ അസംഷൻ ഇവിടെ യൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്തായാലും നേരത്തെ ഫസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിൽ കംപ്ലീറ്റ് ആയാലും ഈ പ്രോബ്ലത്തിൽ അത് 7th പ്രോബ്ലമാണ്. ഫസ്റ്റ് ചെയ്ത 6th പ്രോബ്ലത്തിലും നമ്മൾ എന്ത് യൂസ് ചെയ്താണ്, പി ഓഫ് കെ യൂസ് ചെയ്തിട്ട് പി ഓഫ് കെ പ്ലസ് 1 എഴുതുക ചെയ്തത്. ഇവിടെ അങ്ങനെ തന്നെ അസ്യൂം ചെയ്ത ആ പി ഓഫ് കെ യൂസ് ചെയ്തിട്ട് പി ഓഫ് കെ പ്ലസ് 1 പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ദറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 4, ദിസ് ആൾസോ ഡിവിസിബിൾ ബൈ 4. ഇപ്പോൾ 2 ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ അതിന് സമ്മും ഡിവിസിബിൾ ബൈ 4 ആവും, സമ്മും ഡിവിസിബിൾ ബൈ 4 ആവും. Therefore by principle of mathematical induction p of n is true. ഇവിടെ ആദ്യം p of k plus 1 true എന്ന് എഴുതാം, is true. Therefore by principle of mathematical induction p of n, this is p of n, is true for all natural numbers. 8th question, proved by principle of mathematical induction p of n is 10 raised to 2n minus 1 plus 1 is divisible by 11. ചെയ്ത് നോക്കാം. സ്റ്റെപ്പ് 1, p of 1 is true. നോക്കാം, for n equal to 1. അപ്പോൾ p of 1 is ഇവിടെ 10 raised to 1 കൊടുത്താൽ 2 minus 1 2 ആയി, 2 minus 1 1 ആയി, plus 1, so that is 11. So is 11 is clearly divisible by 11 അല്ലേ, സംശയമൊന്നുമില്ല. 11 divisible by 11 ആണ്. ഇനി സ്റ്റെപ്പ് 2, assume p of k is true. അപ്പോൾ p of k means
10 raised to 2k minus 1, 2k minus 1 plus 1 is divisible by 11. ഓക്കെ, സ്റ്റെപ്പ് 3 നമുക്ക് പി ഓഫ് കെ പ്ലസ് വണ്ണിന് ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ പി ഓഫ് കെ പ്ലസ് വണ്ണിൻ്റെ ടേം ഇവിടെ വരിക 10 റേസ് ടു 2ൻ്റെ കെൻ്റെ പൊസിഷനിൽ കെ പ്ലസ് വൺ എഴുതി -1 + 1 അല്ല വരിക. ഇതിനി ഡിവിസിബിൾ ബൈ 11 ആണോ എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 റേസ് ടു 2k plus 2 minus 1 അല്ലേ, പ്ലസ് 2 - 1 + 1. ഇവിടെ നമുക്ക് 10 റേസ് ടു എന്തായാലും ഈ ടേം നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഈ ഒരു ടേം അത് ഉപയോഗിക്കാതെ ചെയ്യാൻ കഴിയില്ല, അത് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം 10 റേസ് ടു 2k - 1 2k - 1 അവിടെ ഉണ്ട്. അഡീഷണലായിട്ട് എന്താ അവിടെ ഉള്ളത്? എന്താ ഉള്ളത്? 10 സ്ക്വയർ ഉണ്ട് അവിടെ അല്ലേ. 10 സ്ക്വയർ അഡീഷണൽ ഉണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന രീതി നേരത്തെ ആ രീതി ചെയ്യായിരുന്നു. ഇവിടെ ചെയ്യുന്ന രീതി നോക്കൂ. 10 സ്ക്വയർ അഡീഷണൽ ഉണ്ട്. അപ്പോൾ 10 സ്ക്വയർ 100 അല്ലേ. 100 ഔട്ട് സൈഡ് എടുക്കണം. 100 ഔട്ട് സൈഡ് എടുക്കണമെങ്കിൽ ഇവിടെ 100 ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 2k - 1 ഒരുമിച്ച് എഴുതാം. 2k - 1 ഒരുമിച്ച് എഴുതാം. 2 അഡീഷണൽ ഉണ്ട് അവിടെ നിന്നോട്ടെ. 100 ഇവിടെ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 100 ഇല്ല. പക്ഷേ നമുക്ക് ഈ 1നെ 100 - 99 എഴുതാമല്ലോ. 100 ആക്കുക -99 എഴുതാം പോരെ. സോ നമുക്കിവിടെ 100 ഔട്ട് സൈഡ് എടുക്കാം. 10 റേസ് ടു 10 സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കാം. അല്ല 100 എന്നല്ല എഴുതിയാലും മതി. ഔട്ട് സൈഡ് എടുത്താൽ ഇവിടെ ബാക്കി ഇത്രയും ഉണ്ടാവും അല്ലേ. 100 ഔട്ട് സൈഡ് എടുത്തില്ലേ. 2k 10 റേസ് ടു 2k - 1 -99 ഇവിടെ എഴുതുമ്പോൾ ഇവിടെ 100 ഔട്ട് സൈഡ് എടുത്തു. ഇവിടെ നമുക്ക് 100 ഔട്ട് സൈഡ് എടുക്കാം. സോ 10 സ്ക്വയർ എഴുതിയാൽ മതി, 100 എഴുതിയാൽ മതി. 10 സ്ക്വയർ ഔട്ട് സൈഡ് എടുത്തു. ഇവിടെ നമുക്ക് 10 റേസ് ടു 2k - 1 ബാക്കി ഉണ്ടാവും. ഇവിടെ 100 ഔട്ട് സൈഡ് ബാക്കി 1 ഉള്ളൂ. ഈ 99 അവിടെ നിന്നോട്ടെ. ഓക്കെ, ഇനി ഇത് ക്ലിയർ അല്ലേ? ദാ ദിസ് വൺ ദ സെയിം ലൈൻ സെയിം ലൈനാണ്. ഈസ് ഡിവിസിബിൾ ബൈ 11. സോ ഈസ് ഡിവിസിബിൾ ബൈ 11. ഇത് ഡിവിസിബിൾ ബൈ 11 ആണ് ഈ ടേം. ഒരു ടേം കൂടി ഉണ്ടല്ലോ. ഇത് 9 × 11 അല്ലേ. സോ ഡിവിസിബിൾ ബൈ 11. ഇതും ഡിവിസിബിൾ ബൈ 11. സോ അതിൻ്റെ ഡിഫറൻസ് എന്താവും? ഡിവിസിബിൾ ബൈ 11 ആവും. ഡിവിസിബിൾ ബൈ 11. സോ ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഈസ് ട്രൂ. ഫസ്റ്റ് അത് എഴുതാം. പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. Therefore, by principle of mathematical induction, P of n is true for all natural numbers. 9th question. ഇവിടെ 41 raised to n minus 14 raised to n is multiple of 27 ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് പി ഓഫ് 1 ട്രൂ നോക്കാം. സ്റ്റെപ്പ് 1 ആക്കി എഴുതാം. അപ്പോൾ പി ഓഫ് 1 ഈസ് 41 - 14 അല്ലേ. ഇനി 1 കൊടുത്താൽ ഇത്രേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ക്ലിയർലി 27 അല്ലേ. 27 ഈ നമ്പർ ഇനി ആവശ്യം ഉണ്ടാവട്ടെ. ഇനി 27 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 27. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അടുത്ത് സ്റ്റെപ്പ് 2. assume P of k is true. assume എഴുതാം. assume P of k is true. That is 41 raised to k minus 14 raised to k is multiple of 27 അല്ലേ. ഇനി that is P of k. ഇനി P of k plus 1 ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യണം. സ്റ്റെപ്പ് 3. അതിൽ 41 raised to k plus 1 minus 14 raised to k plus 1 ഇങ്ങനെ എഴുതി. കെൻ്റെ പൊസിഷനിൽ k plus 1 ആക്കി എഴുതി. ഇനി ഇത് മൾട്ടിപ്പിൾ ഓഫ് 27 പ്രൂവ് ചെയ്യണം. നമുക്ക് ഇത് രണ്ട് രീതി ചെയ്ത് നോക്കാം. നമുക്ക്
ഒന്ന് നമുക്കിതിനെ ദാറ്റ് ഈസ് ഈക്വൽ ടു 41 റേസ് ടു കെ ഇൻറ്റു 41 എന്ന് എഴുതാമല്ലോ, മൈനസ് 14 റേസ് ടു കെ ഇൻറ്റു 14 എന്ന് എഴുതാമല്ലോ അല്ലേ. നമുക്കിവിടെ 41 ഔട്ട് സൈഡ് എടുക്കണം അല്ലേ, അപ്പോഴേ നമുക്ക് ഈ സ്റ്റൈൽ കിട്ടുള്ളൂ. ഈ സ്റ്റൈലാക്കണമല്ലോ. അപ്പോൾ 41 ഇവിടെ ഒഴിവാക്കണം. 41 ഔട്ട് സൈഡ് അവിടെ 41 ഇല്ല. അപ്പോൾ ഇവിടെ 41 കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 41 റേസ് ടു കെ ഇൻറ്റു 41 മൈനസ് ഇവിടെ 14 റേസ് ടു കെ, ഇവിടെ 41 എഴുതിയാൽ ഇവിടെ ഓൺലി 40 റേസ് ടു കെ ഉള്ളൂ. ഇവിടെ 40 റേസ് ടു കെ എന്ന് എഴുതി. അപ്പോൾ ഒന്ന് ബാലൻസ് എന്ത് ചെയ്യണം? ഇവിടെ ഈ ഉപയോഗിക്കാം നമുക്ക്. 27 ആണ് വേഗം കിട്ടും അല്ലേ. 27 ഇൻറ്റു 14 റേസ് ടു കെ. ഞാൻ നോക്കൂ, ഇവിടെ 27 40 റേസ് ടു കെ ആണ് പ്ലസ്, ഇത് നെഗറ്റീവ് ടേമാണ് 41 40 റേസ് ടു കെ. ഇത് തമ്മിൽ ആഡ് ചെയ്താൽ മൈനസ് 14 40 റേസ് ടു കെ കിട്ടുമല്ലോ. അപ്പോൾ ഇതിനിങ്ങനെ എഴുതാമല്ലോ. ഇങ്ങനെ എഴുതാന്നുള്ളത് എവിടുന്ന് കിട്ടുക? നമുക്ക് ഇവിടുന്ന് കിട്ടും. 41 ആണ് ഔട്ട് സൈഡ് എടുക്കേണ്ടത്. അപ്പോൾ 41 കൂടെ കൊണ്ടുവരണം. 41 കൊണ്ടുവരണമെങ്കിൽ 27 വേറെ ആഡ് ചെയ്യണം. റെഡി അല്ലേ? ഒരു സ്റ്റൈൽ ഇത്. ഓക്കെ, ഇതിന് നമുക്ക് 41 ഔട്ട് സൈഡ് എടുത്താൽ 41 റേസ് ടു കെ ഇവിടെ ഉണ്ടാവും. ഇവിടെ മൈനസ് 40 റേസ് ടു കെ ഉണ്ടാവും. ഇത് 27 ഇൻറ്റു 40 റേസ് ടു കെ. ഈ ഇവിടെ നിന്നാണ് നമുക്ക് 41 ഔട്ട് സൈഡ് എടുത്ത് 41 ഔട്ട് സൈഡ് എടുത്തു. ഇത് ക്ലിയർലി നമ്മൾ അസംഷൻ ബൈ മൾട്ടിപ്പിൾ ഓഫ് 27 ആണ്. ഇതും ക്ലിയർലി മൾട്ടിപ്പിൾ ഓഫ് 27 ആണ്. ഇവിടെ 27 ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ സമ്മും മൾട്ടിപ്പിൾ ഓഫ് 27 ആയിരിക്കും. പ്രൂഫ് കഴിഞ്ഞു. ഇനി വേറെ സ്റ്റൈലിൽ പറഞ്ഞത് നമ്മുടെ 41 റേസ് ടു കെ പ്ലസ് 1 ഉണ്ട്, മൈനസ് 14 റേസ് ടു കെ പ്ലസ് 1 ഉണ്ട്. ഇനി ഇവിടെ ഈ 41 കെ ഇൻറ്റു 41 എഴുതാമല്ലോ, മൈനസ് 14 കെ ഇൻറ്റു 14 എഴുതാം. നമുക്കിവിടെ 41 റേസ് ടു കെനെ ഇതിനെ 14 പ്ലസ് 27 എഴുതാമല്ലോ അല്ലേ, മൈനസ് 14 റേസ് ടു കെ ഇൻറ്റു 14 എഴുതാം. 14 എഴുതാം, മാറ്റമൊന്നും വന്നില്ല, സെയിം ടൈമാണ്. എന്തുകൊണ്ടാണ് അവിടെ 14 പ്ലസ് 27 എഴുതിയത്? അതാണ് നമ്മൾ നേരത്തെ എഴുതിയ പ്രോബ്ലം. ഇതായിരിക്കും കുറച്ചുകൂടി ഈസിയും തോന്നുന്നു. നമുക്ക് 27ൻ്റെ മൾട്ടിപ്പിൾ നമുക്കറിയാം. അപ്പോൾ ഒന്ന് 27 ആവണം. 27 ആവിന് മറ്റേ 14 ആഴെ പറ്റൂ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 27 ഇൻറ്റു 14 1 റേസ് ടു കെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 14 ഉണ്ട്, ഇവിടെയും വേറെ ഒരു 40 ഉണ്ട്. ഈ 14 ഔട്ട് സൈഡ് എടുക്കാം. ഇവിടെ 41 റേസ് ടു കെ ഉണ്ടാവും, ഇവിടെ 40 റേസ് ടു കെ ഉണ്ടാവും. ഇത് മൾട്ടിപ്പിൾ ഓഫ് 27 ആണ്. ഇത് അസംഷൻ വെച്ചിട്ട് മൾട്ടിപ്പിൾ ഓഫ് 27 ആണ്. ഇപ്പോൾ രണ്ടും മൾട്ടിപ്പിൾ ഓഫ് 27 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 27 സമ്മും മൾട്ടിപ്പിൾ ഓഫ് 27 ആയി. അപ്പോൾ ഇതൊരു സ്റ്റൈലാണ്, ഇത് വേറെ സ്റ്റൈലാണ്. ഇതാണ് കുറച്ചുകൂടി ഈസിയെന്ന് തോന്നുന്നു. ഏതാണോ ഇഷ്ടം അത് ഫോളോ ചെയ്യാം. ഓക്കെ, സോ P of k plus 1 is true. So by principle of mathematical induction, P of n is true for all natural numbers. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി വിടുകയാണ്. ദാറ്റ് ഈസ് പ്രൂവ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക് ഇൻഡക്ഷൻ P of n means 3 raised to n minus 1. 3 raised to n minus 1 is even. Even എന്ന് പ്രൂവ് ചെയ്യണം. For all positive integers n greater than or equal to 1. ചെയ്ത് നോക്കൂ.